മണി എന്തോ ഒന്നകത്തേക്ക് വരുമോ? സാറേ, ഈ മാല എവിടുന്ന് വാങ്ങിച്ചേ? HRR ജ്വല്ലറി എന്നാണ് സാറേ. എന്ത് പറ്റി? ഇത് കണ്ടോ, ഇത് മുഴുവൻ മെഴുക. മൊത്തം തൂക്കം 3.5 പവനുണ്ട്. പക്ഷെ സ്വർണം 1.5 പവൻ തേച്ചുണ്ടാവില്ല. എന്റെ ദൈവമേ, ഒരു 4.5 മാസം മുമ്പ് മേടിച്ചേച്ചി. ഉരച്ചു നോക്കാൻ എടുത്തപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. വെറുതെ ഒന്ന് തോണ്ടി നോക്കിയപ്പോ ആ തോടളകുന്ന ഒരു സാധനം അങ്ങ് പോന്നു. എന്തൊരു തട്ടിപ്പാ ഇതൊക്കെ! 3.5 പവന്റെ പൈസ കൊടുത്ത് മേടിച്ചല്ലേ ഇത്? അതെ, ഞാൻ ഹസ്ബൻഡിനെ ഒന്ന് വിളിക്കട്ടെ ചേച്ചി. കാണിച്ചു നോക്കട്ടെ. ഹലോ ഹലോ ശ്രീയേട്ടാ, ഞാനിവിടെ ബാങ്കിൽ ഇതുകൊണ്ട് വന്നേണേ. അപ്പൊ അവര് പറയണ നമ്മുടെ മാലയിൽ 1.5 പവനെ സ്വർണ്ണമുള്ളൂ, ബാക്കിയൊക്കെ മെഴുകാണെന്നൊക്കെ. നമ്മളിപ്പോ ഇനി എന്ത് ചെയ്യും? മണി, നീ ഇത് എന്താ പറയണേ? എനിക്കൊന്നും മനസ്സിലാവില്ല ശ്രീയേട്ടാ. എന്നിട്ട് മാല അവര് വാങ്ങിച്ചോ? ഇല്ല, ബാങ്കിൽ അവര് പറഞ്ഞ നമ്മള് ജ്വല്ലറിയിൽ കൊണ്ടുപോയി ഉടനെ കൊടുക്കാനാണ്. നീ ഒരു കാര്യം ചെയ്യേ, ആ അനീഷിനെ ഒന്ന് വിളിക്ക്, എന്നിട്ട് തിരിച്ചു വിളിക്ക്. ആ വിളിക്കട്ടെ, ഞാൻ അനീഷിനെ വിളിക്കാം. ടെൻഷൻ ആവണം. നീ ടെൻഷൻ അടിക്കണ്ട, നീ ബാങ്കിൽ നിന്ന് പറഞ്ഞ പോലെ ചെയ്യേ. ശരി. ഹലോ. ആ അനീഷേ, ഞാൻ മണി. പറഞ്ഞു ചേച്ചി. ഞാനും ചേട്ടനെല്ലാം കൂടെ അന്ന് പണ്ട് അവിടെ വന്നിട്ട് ഒരു മാല എടുത്തിരുന്നില്ലേ മോൾക്ക്? ആ മാല ഞാനിവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി പണയം വെക്കാൻ വേണ്ടി വന്നാണ് ബാങ്കില്. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവര് പറയുന്നതിൽ 1.5 പവന്റെ സ്വർണ്ണമുള്ളൂ, ബാക്കി മുഴുവൻ മെഴുകാണെന്നൊക്കെ. നമ്മളിപ്പോ എന്താ ചെയ്യണ്ടേ? ചേച്ചി, ഞാനിപ്പോ HRRലല്ല വർക്ക് ചെയ്യണത്. അവിടെ നിന്ന് മാറിയിട്ട് 2 മാസമായി. ചേച്ചി ഒരു കാര്യം ചെയ്യ്, ബില്ലുമായിട്ട് നേരെ ഷോപ്പിലേക്ക് നോക്കൂ. അവിടെ എത്തിയിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ശരി. അമ്മേ, HRRന്റെ ഒരു ചോപ്പ് കളറിലെ കവർ ഇതിനകത്ത് വെച്ചിരുന്ന നമ്മ കണ്ടായിരുന്നോ? അല്ല, അതിൻ്റെ അകത്താണ് ഞാൻ ബില്ല് വെച്ചത്. കഴിഞ്ഞ തവണ ഞാൻ ഇല്ലല്ലോ, ഞാൻ ഒരു മിനിറ്റ്. അമ്മ അനീഷ വിളിക്കണ്ട്, ഞാൻ ഇവിടെ തിരിച്ചു വിളിക്കാട്ടാ. ഹലോ, അനീഷ ബില്ല് ഇവിടെ കാണുന്നില്ലല്ലോ. ഓ, അത് സീനാണല്ലോ ചേച്ചി. ജനുവരിയിലാണ്, എനിക്ക് ഉറപ്പാണ്. കാരണം ശ്രീയേട്ടന് അവധിക്ക് വന്നപ്പോഴാണല്ലോ. ചേച്ചി ഒരു കാര്യം ചെയ്യ്, നേരെ ഷോപ്പിലേക്ക് വിട്ടോ. അവിടെ ചെയ്തിട്ടേ ഒന്ന് ഫോൺ ചെയ്ത് മാനേജർക്ക് കൊടുത്താൽ മതി. ബാക്കി ഞാൻ സംസാരിച്ചോളാം. ഞാനുള്ള സമയത്ത് എടുത്തോളാം. ആ, ഞാൻ കടയിലേക്ക് ചെല്ലണേണ്. ആ ശരി. ഹലോ. എന്തായി നോക്കിയോ? ആ ബില്ല് കാണുന്നില്ല. കാണില്ലെന്നാ? എടിയാ, HRMന്റെ ചുവന്ന കവറിനിട്ട് ഞാൻ നിന്നെ ഏൽപ്പിച്ചതല്ലേ? സൂക്ഷിച്ചു വെക്കണോ അന്ന് ഞാൻ പ്രത്യേകം പറയുകയും ചെയ്തതാ. അതെ, ഞാൻ സൂക്ഷിച്ചു വെച്ചാണ്. ഇപ്പൊ എവിടെയാണ് ഇരിക്കണെന്ന് ഓർക്കണില്ല, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളന്നോ? എനിക്കെന്റെ സർവാംശം ചൊറിഞ്ഞു വരണ്ടട്ടാ. എന്നാ പിന്നെ അങ്ങോട്ട് മറന്ന് ചൊറിയി. ഞാൻ ഇവിടെ തീ നിന്ന് നിൽക്കുമ്പോഴന്ന് ഫോൺ വെക്കാവോ? നമസ്കാരം സാറേ. നമസ്കാരം, ഇരിക്കൂ. പറയൂ സാറേ. എൻ്റെ പേര് രാധാമണി. ഞാനും ഹസ്ബൻഡും കൂടെ ഒരു 4 മാസം മുമ്പ് ഇവിടെ വന്നെടുത്ത മാല ചെയ്ത് 3.5 പവന്റെ. ഇപ്പൊ പണയം വെക്കാൻ വേണ്ടി ചെന്നപ്പോ കോപ്പറേറ്റീവ് ബാങ്കിൽ അവരാ പറഞ്ഞു ഇതിൽ 1.5 പവന്റെ സ്വർണ്ണമുള്ളൂ, ബാക്കി മെഴുകാന്ന്. ഇതിന്റെ ബില്ലുണ്ടോ? ഇല്ല സാറേ, ബില്ല് കാണണില്ല. പിന്നെ എങ്ങനെയാണ് മാഡം ഇത് ഇവിടെ നിന്ന് വാങ്ങിയതാണെന്ന് ഞങ്ങൾക്ക് ഒരു മിനിറ്റ് സാറേ, ഒരു മിനിറ്റ്. ഇവിടെ ജോലി ചെയ്ത അനീഷില്ലേ,
അനീഷ് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. അപ്പൊ അവനുള്ളതിനെ കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ സാധനം വാങ്ങിയത്. ഇവിടെ വരുമ്പോ സാറിനെ കണക്ട് ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ് സാറേ. അനീഷെ ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, സാറിന്റെ കൊടുക്കാം. സാറേ ഹലോ സാറേ അനീഷാണേ. അവരന്ന് എന്റെ കെയർ ഓഫിലായിരുന്നു മാല അവിടെ നിന്ന് ആര്? സാറേ അനീഷാണ്. ആ മാലയുടെ കേസിലെ സാറേ വളരെ ഇഷ്യൂ ഓക്കെ ഓക്കെ. ഹലോ നമ്മളെ ഓക്കെയാണ് സാറേ. മാഡം 75 വർഷത്തെ പാരമ്പര്യമുണ്ട് ഞങ്ങളുടെ HRR ജ്വല്ലറിക്ക്. പിന്നെ ഞങ്ങളുടെ ക്ലയൻസിനാണെന്നുണ്ടെങ്കിലും ഞങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഒരു ബില്ല് പോലും ഇല്ലാതെ ഇതുപോലെ അലിഗേഷൻ. പ്ലീസ് മാഡം. അയ്യോ സാറേ, ഞാൻ വെറുതെ പറയണല്ല, ഇവിടുന്ന് തന്നെ മേടിച്ചാണ്. ഞങ്ങള് എന്റെ കുഞ്ഞിന് സുഖമില്ലാതിരുന്ന് ഞാൻ ഈ ബില്ല് നോക്കാൻ പോയതുകൊണ്ടാണ് സാറേ കിട്ടാത്തത്. ഇവിടുത്തെ കമ്പ്യൂട്ടറിൽ ഒന്നും നോക്കി അറിയാൻ പറ്റൂലേ സാറേ. ദേ ഒരു മിനിറ്റ്, ദേ ഇതിന്റെ ബാക്കിലുണ്ടല്ലോ സാറേ, ഇവിടുത്തെ എംപ്ലോയല്ലേ ഇതിന്റെ ബാക്കിലുള്ളത്. മാഡം, വളരെ വലിയൊരു കോമ്പറ്റീഷനുള്ളൊരു ഫീൽഡാണിത്. ഞങ്ങളുടെ ഹോൾ മാർക്കിംഗ് ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ഡെഫിനറ്റ്ലി ഞങ്ങൾ നിയമ നടപടി എടുത്തിരിക്കും. മനസ്സിലായോ? മാളസേ ഉണത്തല്ലേ. മാലയുടെ കാര്യം എപ്പോഴാണ് 37 അറിഞ്ഞത്. എൻ്റെ പൊന്നോ, എന്ത് കരച്ചിലായിരുന്നു. ഡോക്ടറും നേഴ്സുമാരും എല്ലാം ഓടിക്കൂടി. ഉറങ്ങിയോ? ഇപ്പൊ ഒന്ന് മയങ്ങിയതേ ഉള്ളു. ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, കഴിക്കാം. ദേ നോക്ക് ടീച്ചറെ, ഇത് കണ്ട. നമ്മളിനി എന്ത് ചെയ്യും മോളെ? എനിക്കറിയാൻ പാടില്ല അമ്മേ. വിവരം എന്ന് പറയാനായിട്ട് അനീഷിനെ വിളിച്ചിട്ടാണെങ്കിൽ എൻ്റെ ഫോണും കിട്ടണില്ല. വീട്ടിലെന്ത് ചെയ്യാന്ന് വെച്ചാൽ ശ്രീയേട്ടാണ് എൻ്റെ തോല തിന്നുകൊണ്ടിരിക്കണേ. വെറുതെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് എന്താ മോളെ കാര്യം? നീ ഒരു കാര്യം ചെയ്, രാത്രി വീട്ടിൽ പോയിട്ട് സമാധാനമായിട്ട് ഒന്നും കൂടി നോക്ക്. കിട്ടാണ്ടിരിക്കൂല, കിട്ടും. നോക്കു മണി, യുവമാരൊന്നും വെറുതെ വിടരുത്. കേസ് കൊടുത്ത് കോടതി കയറ്റണം. എന്ത് ചെയ്യാനാണോ? ആ ചേച്ചി. ആ എന്തായി അനീഷേ? എൻ്റെ അനീഷ് എത്ര നേരമായിട്ട് ഞാൻ വിളിക്കണ അനീഷ്, ഫോൺ എന്തിയേ? ചേച്ചി ഇന്ന് ഫുള്ള് ഓട്ടായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ഓട്ടായിരുന്നു. ഫോണാണെങ്കിൽ ചത്തും പോയി. അല്ല മോക്ക് എങ്ങനെയുണ്ട്? ആ മോക്ക് കുറവുണ്ട്. നീ ഇത് കണ്ട അനീഷേ? കണ്ണി ചോരയില്ലാത്ത ചെയ്തല്ലേ ഇത്? അതിപ്പോ എന്ത് പറയാനമ്മ. നമുക്ക് ശരിയാക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ശരിയാവും. ചേച്ചി ഒരു മിനിറ്റ്. എന്ത് പറയാനാണ് ഇനി? അവരടുക്കണില്ലേ ചേച്ചി? ഞാൻ അവിടുത്തെ സ്റ്റാഫുമായിട്ട് സംസാരിച്ചു. ഈ പർട്ടിക്കുലർ ബാച്ചിൽ വന്ന മാലയിൽ 4 എണ്ണത്തിന് സെയിം കംപ്ലൈന്റ് ഉണ്ട്. ആ, പക്ഷെ അവരുടെ കേസിൽ അവർക്കൊക്കെ കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്തു. നമ്മുടെ കേസിൽ ബില്ലില്ലാത്തോണ്ട് ബില്ല് കമ്പ്യൂട്ടറിനകത്ത് കാണില്ല, അതിൽ നിന്ന് എടുക്കാൻ വല്ല മാർഗമുണ്ടോ? ഇല്ല ചേച്ചി, അത് നടക്കില്ല. 1 മാസത്തിൽ അവർ സേവ് ചെയ്യില്ല. ബാക്കപ്പ് ഹാർഡ് ഡിസ്കിൽ സാധനം ഉണ്ടാവും, പക്ഷേ അത് നമ്മൾ വിചാരിച്ചാൽ കിട്ടില്ല. പോലീസ് ഇടപെട്ടാൽ ചിലപ്പോൾ അവർക്ക് വേണമെങ്കിൽ പൊക്കാൻ പറ്റും. പക്ഷേ പോലീസിൽ കംപ്ലൈൻറ്റുമായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ബില്ല് ഇഷ്യൂ. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയും കിട്ടണില്ല. ചേട്ടനാണ് ആകെപ്പാടെ ബഹളം വെച്ചോണ്ടിരിക്കുക. ചേച്ചി ടെൻഷൻ അടിക്കണ്ട, ഒന്നുകൂടെ ഒന്ന് തപ്പി നോക്ക്. അത് കിട്ടുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. ബാക്കി നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ? ഹലോ, ആ ചേട്ടാ. ഹലോ, എന്തായി? ഞാൻ ആശുപത്രിയിലാ ചേട്ടാ. അവർക്ക് ബില്ല് കിട്ടിയാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. എടി ശരിക്കും നോക്കിയാ? നോക്കി. ഞാൻ ജ്വല്ലറിയിലോട്ട് പോണേന് മുമ്പ് മൊത്തത്തിലൊന്ന് നോക്കിയായിരുന്നു, കിട്ടിയില്ല. അമ്മയും മക്കളും എന്താന്ന് വെച്ചി? എടി മനുഷ്യനായ കുറച്ചൊക്കെ അനുസരണ ഉത്തരവാദിത്വമൊക്കെ വേണം. നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞാണ് ആ ബില്ല് സൂക്ഷിച്ചു വെക്കണമെന്ന്. ബാക്കിയുള്ളവന്റെ വാക്കിന് എന്തെങ്കിലും വരെ നീ കൽപ്പിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എടി ഞാൻ ഇവിടെ കിടന്ന് ചോര നീരാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ. ഇനി നീ എന്താന്നോ ചേച്ചി, എന്നെ കൂടി തിരിച്ചു വിളിക്കണ്ട.